ഹായ്. ഏയ് ഒന്ന് നിൽക്കുന്നേ. വേണ്ട, എനിക്ക് മനസ്സിലായി. എന്ത് വേണ്ട? കയറു കുട്ടി. എനിക്ക് ആളെ മനസ്സിലായിന്ന് പറഞ്ഞില്ലേ? എനിക്ക് തന്റെ പ്രശ്നവും മനസ്സിലായിന്ന് പറഞ്ഞില്ലേ? വാ, നമുക്ക് സംസാരിക്കാം. കേറിയാട്ടെ. എങ്ങോട്ട്? എങ്ങോട്ട് പോണം പറഞ്ഞാ മതി. എനിക്കൊരു കാപ്പ് കുടിക്കണം. കുടിക്കാലോ, കേറ്. അതെ, എല്ലാവർക്കും എന്നെ ഇപ്പൊ കാണാം. നീ കാണുന്ന പോലെ തന്നെ. കണ്ടോട്ടെ, കാണണം. ഓ, സോറി. ഇരുന്നാട്ടെ. Excuse me. 1 minute, please. അയ്യോ, നനഞ്ഞു. സാരമില്ല. താങ്ക് യു, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. 2 കോഫി, എനിക്കൊരു ഓംലെറ്റ്. അവിടെ വേണ്ട, ഇനി കോഫി മാത്രം. ഞാൻ എന്തിനാ വെള്ളം തട്ടിയിട്ടെന്ന് അറിയാമോ? അവർക്കെല്ലാം കാണാമോന്ന് ടെസ്റ്റ് ചെയ്യാൻ. പറഞ്ഞത് നേരാണോന്നറിയാൻ. ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി? അതെ. അവിടെ മദ്യം മാറ്റിയ ജോലി എന്ന് ചോദിച്ചാല് പിന്നെ മറ്റതും അറിഞ്ഞു. അതെന്താ? പെണ്ണുങ്ങളുടെ ഭാമയുടെ അറിവ് മുഴുവൻ തെറ്റല്ല. സത്യം പറഞ്ഞ ഞങ്ങളാ ലോകത്തെ അടിമകളാണ്. ദേവന്മാരുടെ അടിമ, ഗന്ധർവൻ. അവർ യജമാനന്മാർ. അവരെ പാടി സുഖിപ്പിക്കുക, അവർക്ക് മദ്യം വിളമ്പുക, അപ്സരസുകളുമൊത്തുള്ള അവരുടെ ക്രീഡകൾക്ക് മുന്നിൽ നപുംസകത്തെ പോലെ നോക്കി നിൽക്കുക. എല്ലാം കഴിഞ്ഞ് ഒരു പെണ്ണിനെ മോഹിച്ചു പോയാൽ, ഒരു നോട്ടം പാളിപ്പോയാൽ ഉടൻ ശാപം. ഭൂമിയിൽ പൊയ്ക്കോളൂ. അവിടെ കോടികൽപ്പങ്ങൾ അഭയാർത്ഥിയായി അലഞ്ഞോളൂ. അവിടുത്തെ അധമകളായ സ്ത്രീകളിൽ ഇണയെ കണ്ടെത്തിക്കോളൂ. ശാപം പോലും. അവർ വിട്ടികൾ. അധമം എന്നവർ ധരിച്ചു വച്ചിരിക്കുന്ന ഈ ഭൂമി അവരുടെ സ്വർഗത്തെക്കാൾ ഭംഗിയുള്ളതാണെന്ന് അവർക്കറിയില്ല. അവരുടെ അപ്സരസുകളെക്കാൾ ഭംഗിയുള്ള പെൺകുട്ടികൾ ഈ ഭൂമിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സാർ, വേറെന്തെങ്കിലും? വേണ്ട. പിന്നൊരു കാര്യം, എനിക്ക് ഒളിച്ചെളി തീരെ പിടിക്കുന്നില്ല. എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ കാണണം. വിളിച്ചാ വരാനുണ്ടാവണം. അത് ഒന്നും പറയണ്ട. ഇതെന്താ ഇപ്പോ ഒരാളുടെ മാത്രം സൗകര്യത്തിന് ഒരുതരം 1 വേ ട്രാഫിക് പരിപാടി? അത് നടക്കില്ല. അതിന് പ്രശ്നങ്ങളുണ്ട്. എനിക്കതൊന്നും കേൾക്കണ്ട. ഓക്കെ. ഇനി കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഈ മുത്തെടുത്ത് ഞാനെത്തും.
നിനക്ക് മാത്രമേ ഈ മുത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും? ആ, പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യരുത്. വളരെ അത്യാവശ്യമുള്ളപ്പോ മാത്രം. ആ, അല്ലേ കുഴപ്പമാ. മനസ്സിലായി. ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓ പിന്നെ. മുട്ട കഴിക്കുന്നോ? ഏയ്, ഞങ്ങൾ മീനും മുട്ടയൊന്നും കഴിക്കാറില്ല. വിടുക. ഇതിന്റെ മാക്സിമം ആയത്. ഏയ് ഭാമ, ഭാമ നിക്ക്, നിർത്താൻ. അതാരാണപ്പ അങ്ങനെ ഒരു ജഗജില്ലി? അവളോട് തന്നെ ചോദിക്ക്. ഈ ദീപുവേട്ടൻ വെറുതെ പ്രാന്ത് പറയാ മുത്തശ്ശി. ഉച്ചയ്ക്ക് പുറത്തു പോയിരുന്നു? പോയിരുന്നു. ട്യൂഷന് പോയിരുന്നു. പോയിട്ട് എപ്പോഴാ വന്നത്? എനിക്ക് സൗകര്യമുള്ളപ്പോ. സാധാരണ എത്ര മണിക്കാ അപ്പച്ചി ട്യൂഷൻ കഴിയുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഇപ്പൊ എക്സാം എടുത്തുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പ്രദീപ്. ചിലപ്പോ 1-2 മണിക്കൂർ അങ്ങോട്ടും മാറും. ഹോ, ഇതെന്ത് കഷ്ടാ. ഇന്ന് എന്ത് വേഷമായിട്ടിരുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വേഷം. എന്നെ പോലെ ഇരിക്കുന്ന 3 പെൺപിള്ളേര് ഈ സ്ഥലത്തുണ്ട്. മുമ്പും പലർക്കും ഇങ്ങനെ തെറ്റിട്ടുണ്ട്. പൂവുള്ളൊരു കാക്കിയോ? ആയിരുന്നോ? ആയിരുന്നു, ഞാൻ കണ്ടതാ. ആയിരുന്നോടി. ആ നിറത്തിലുള്ള ഡ്രസ്സ് ഈ ലോകത്താകെ അവൾക്ക് മാത്രമല്ലേ ഉള്ളൂ. വെറുതെ പ്രാന്ത്. ആ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ ചേർന്ന് വളം വെച്ച് കൊടുത്തോ. ഞാൻ വർത്താനം കേട്ടു തുടങ്ങുമ്പോ ഓടി എന്റെ അടുത്ത് വന്നേക്കരുത്, പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ കണ്ടതാ മുത്തശ്ശി. എന്നാ പിന്നെ പിടിച്ചോണ്ട് വരാഞ്ഞെന്തടാ? ആ അത് ഞാൻ പറഞ്ഞില്ലേ, നിറച്ചടിച്ചതാ. എന്നിട്ട് അന്നേരം കയറി പെട്രോൾ തീർന്നു. നോക്കുമ്പോ ലീക്കും ഇല്ല. അങ്ങോട്ട് മാറ്. ഇതാ അവിടെ ഇഷ്ടം പോലെ ചുട്ടു വെച്ചിട്ടുണ്ട്. കുഞ്ഞത് കഴിക്ക്, ഞാൻ ചുട്ടുതരാം. എനിക്ക് തണുത്തത് വേണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നാ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നേ? തനിയെല്ലാം അങ്ങ് ചെയ്താ പോരെ?
ഉം? ഞാൻ പറയുന്നത് അവർ കേൾക്കാമില്ല. ഉം. ഇതെന്താ ചമ്മന്തിക്ക് ഉപ്പില്ലല്ലോ? ഉം. ഇതെന്താ ഇന്ന് ദോശ ചുട്ടില്ലേ? ചുട്ടല്ല, ഒരു 10-12 ചുട്ട് അടുക്കിയതാണല്ലോ. കുഞ്ഞു തിന്നു കാണും. 10-12 എങ്ങനെയാ കുഞ്ഞു തിന്നുന്നത്? തന്നെയല്ല, അവൾ അപ്പ ചുട്ടതാ കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാല് ഞാൻ തിന്നിട്ടില്ല. നീ ഇതിന്ന് എടുത്തായിരുന്നോ? ആ, അതിന്നും എടുത്തു. ഇന്ന് നല്ല വിശപ്പ്. ദേ കണ്ടോ ഇപ്പോഴോ? എത്ര വിശപ്പാന്ന് പറഞ്ഞാലും ഇത്രയും തിന്നാന്ന് വെച്ചാല് ആ. അങ്ങനെയൊന്നും പറയരുത് സരസ്വതി. വളരുന്ന പ്രായ പെൺകുട്ടികളാ, അവർക്ക് നല്ല വിശപ്പുണ്ടാവും. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്, അല്ലാതെ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ കുറ്റപ്പെടുത്തല്ല ചെയ്യേണ്ടത്. കണ്ടില്ല എൻ്റെ കുഞ്ഞ് ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോയത്? നീയൊക്കെ പഠിപ്പിക്കാൻ പോയ ഏത് കുട്ടിയെ സരസ്വതി നേരെയാവുക? ഛേ, വയറ് നിറഞ്ഞില്ല, രണ്ടെണ്ണം കൂടെ. വേണ്ട, മതി തീറ്റപ്പണ്ടം. ഇപ്പൊ വീണേനെ. വീഴില്ല, വീഴോന്ന് വിചാരിച്ചാ കൂടി വീഴില്ല. ആഹാ, എങ്കി കാണണമല്ലോ. ആ.
ശരിക്കും പഠിക്കായിരുന്നോ? എവിടെ, കണ്ണു മാത്രം ബുക്കില്. ഇക്കണക്കിന് തോക്കുന്നാ തോന്നുന്നേ. എന്നാൽ നീ പരീക്ഷ കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്ന് വെച്ചാലോ? അത് വേണ്ട, അങ്ങനെ ഇപ്പൊ വെക്കണ്ട. എങ്കിൽ ശരി. എന്താ, വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? മുങ്ങാനൊരു ധൃതി. ഇല്ല, ഒരു ധൃതിയില്ല. ഇനിയിപ്പോ വേറെ ആരും കാണണമെന്നില്ല. നൂറ്റാണ്ട് കൂടുമ്പോഴൊരിക്കലാണ് ഒരു കന്യകയെ തിരഞ്ഞെടുക്കുക. നീയാണ് എൻ്റെ അവസാനത്തെ കന്യക. ഇനി ആരെയും കാണണ്ട. അപ്പൊ ഇതുവരെ കണ്ടവരെയോ? അവരെല്ലാം മറന്നോ? മറന്നു കഴിഞ്ഞു. വേണമെന്ന് വെച്ചിട്ടല്ല, അതങ്ങനെയാണ്. ബന്ധം അവസാനിച്ച് പിരിയുമ്പോൾ പരസ്പരം മറന്നുപോകും. അതാണ് ഞങ്ങളുടെ വിധി. ശാപത്തിൻ്റെ ഒരു ചില്ല. കൈവിട്ട പെൺകുട്ടിയുടെ മുഖം ഓർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കന്യകയുടെ മനസ്സിലും ഒരു മഞ്ഞുതുള്ളി പോലെ ഞങ്ങൾ മാഞ്ഞു പോകും. എല്ലാം ഒരു തോന്നൽ പോലെ തോന്നിപ്പിച്ചുകൊണ്ട്. അപ്പോ നമ്മളും? ഇല്ല, നമ്മൾ പിരിയില്ല. ഞാൻ പോവില്ല. മതി വന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഇന്ന് എൻ്റെത്. മടുത്തിരിക്കുന്നു. എനിക്കിനി ഇവിടെ മതി. ഇവിടെ ഒടുങ്ങിയാൽ മതി. നിന്റെ ഒപ്പം ഒരു സാധാരണ മനുഷ്യനായി, രാത്രിയുടെയും നിയമത്തിൻ്റെയും വിലക്കുകളില്ലാതെ, സത്യം, കുറ്റവാളിയുടെ പതുങ്ങലും ഒളിച്ചുകളെയും അവസാനിപ്പിച്ച് മനുഷ്യനെപ്പോലെ ജീവിച്ച് മരിക്കാൻ കൊതി തോന്നുകയാണ്. ഈ ഭൂമിയിൽ ഒരിടത്ത്, നിന്റെ കുഴിമാടത്തിനടുത്ത് ഇത്തിരി മണ്ണ് കണ്ടെത്തി വിശ്രമിക്കാൻ മനസ്സ് മോഹിക്കുകയാണ്. അത് മാത്രമേ ഇനി വേണ്ടൂ. സത്യം.